ഹായ് ഓൾ, ദിസ് ഇസ് അമൽത. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഓൾറെഡി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ച ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ അല്ലെങ്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് മാച്ച് ചെയ്യുന്നത് എന്നാണ്. അപ്പം നമുക്കറിയാം സോഹോ ബുക്സിൽ നമുക്ക് നെയിം ചെയ്യുന്നുണ്ട് നമ്മുടെ ട്രാൻസാക്ഷൻസ് മാച്ച് ചെയ്യുന്നതിനെ. ഒന്നുകിൽ നമുക്കതിനെ മാച്ച് ചെയ്യാം അല്ലെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് മാച്ച് ചെയ്യുന്നത് എന്നാണ്. മാച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു നെയിമിൽ തന്നെയുണ്ട് നമ്മൾ ഓൾറെഡി ബുക്സിൽ എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റയുമായിട്ടാണ് ഇതിനെ നമ്മൾ മാച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ട്രാൻസാക്ഷൻ നമ്മുടെ ബുക്സിൽ ഉണ്ടാവണം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അതിനെ നമ്മൾ എൻട്രി ചെയ്യുന്നെങ്കിൽ നമ്മളതിനെ കാറ്റഗറൈസിങ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി ബുക്സിൽ ഇങ്ങനെ ഒരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാങ്കിൽ നിന്ന് എമൗണ്ട് പോയതുമായിട്ട് മാച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ അതിൻ്റെ ബില്ല് നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബില്ലിന് നെക്സ്റ്റ് ആണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ബില്ലുമായിട്ട് ആ പേയ്മെൻറ്റിനെ മാച്ച് ചെയ്താൽ മതിയാവും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മാച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ രണ്ട് രീതിയിലും എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇലക്ട്രിസിറ്റി ചാർജസ് പേ ചെയ്യുന്നുണ്ട്, ഒരു 500. അപ്പം അതിൻ്റെ ബില്ലാണ് ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ബില്ല് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ബില്ലിന് എഗനസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ബില്ലിന് എഗനസ്റ്റ് നമ്മൾക്ക് ആ പേയ്മെൻറ്റിനെ മാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് അക്കൗണ്ടിൽ ഞാൻ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്നൊരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കിവിടെ ഒരു ബില്ല് റെക്കോർഡ് പേയ്മെൻറ്റിനായിട്ട് ഓപ്പൺ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ബാങ്കിങ്ങിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ബാങ്ക്, നമ്മുടെ ഏത് ബാങ്കിൽ നിന്നാണോ ആ പേയ്മെൻറ്റ് പോയിരിക്കുന്നത് ആ ബാങ്ക് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. ദെൻ ആ ഒരു എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സോഹോ ബുക്സ് കാണിച്ചു തരും. 500 റുപ്പീസിൻ്റെ ഒരു ബില്ല് ഇപ്പോൾ ഡ്യൂ ആയി നിൽക്കുന്നുണ്ട്. ഈ ബില്ലിന് എഗനസ്റ്റ് ആണോ ഈ പേയ്മെൻറ്റ് കൊടുത്തതെന്ന് ചോദിക്കും. അപ്പോൾ ഇതിന് എഗനസ്റ്റ് ആണ് നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുത്തതെങ്കിൽ നമുക്ക് മാച്ച് എന്നൊരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതാണ് ഒരു മാച്ചിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു ബുക്സിൽ നമുക്കൊരു എൻട്രി പാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എൻട്രിക്ക് അഗനസ്റ്റ് നമുക്ക് ഒരു പേയ്മെൻറ്റിനെ മാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ 2000 ഇവിടെ സാലറി പേയ്മെൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ഒരു എമൗണ്ടിന് ഞാൻ ഒരു മാനുവൽ ജേർണൽ വഴി ഒരു എൻട്രി പാസ് ചെയ്ത് വെക്കുകയാണ്. ഇന്നത്തെ ഒരു ഡേറ്റിൽ നരേഷ് സാലറി ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എന്നുള്ള ഒരു അക്കൗണ്ടിൽ ഞാൻ ചൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ICICI ബാങ്ക് എന്നുള്ളതുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ബുക്സിൽ ഇങ്ങനെ ഒരു എൻട്രി പാസ് ചെയ്തു. ചിലപ്പോൾ നമുക്ക് ഈ എമൗണ്ട് നമുക്ക് ട്രെയിൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്നായിരിക്കില്ല നാളെ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, നാളെ ഈ എമൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ പിന്നെയും പോയിട്ട് ഇവിടെ മാപ്പ് കാറ്റഗറൈസ് ചെയ്യാൻ നിൽക്കേണ്ട, ജസ്റ്റ് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ട്രാൻസാക്ഷനുമായിട്ട് മാച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മളപ്പോൾ ആ ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട് 2000 വിഡ്രോവൽ ആയിട്ട് ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്, അതിന് എഗനസ്റ്റ് നമുക്ക് മാച്ച് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് മാച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു എൻട്രിയും ആ ഒരു എൻട്രിയും തമ്മിൽ മാച്ച് ചെയ്ത് പോയിക്കോളും. നമുക്ക് ഇവിടെ ഡബിൾ എൻട്രിയോ ഡ്യൂപ്ലിക്കേഷനോ ഒന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് സോഹോ ബുക്സിലെ മാച്ചിങ് എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.